ആർഭാടങ്ങൾക്ക് മേലെ ആർഭാടങ്ങളാണല്ലോ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ആഘോഷങ്ങളെ തോൽപ്പിക്കുന്ന ആഘോഷങ്ങളാണല്ലോ ഓരോ സ്ഥലത്തും കാണുന്നത്. പരസ്പര മത്സരം തന്നെ ആഘോഷത്തിമിർപ്പിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ച ആദ്യം കണ്ടപ്പോൾ അല്പം ഒന്ന് പതറി. ജനം ഒന്നടങ്കം സൂക്ഷിച്ചു നോക്കി. ചിലർക്ക് കൗതുകം തോന്നി, ചിലർ അന്താളിച്ചു പോയി, മറ്റു ചിലർക്ക് ഇത് അരോചകമായും തോന്നി കാണാം. എന്നാൽ ആ കുടുംബത്തെ അടുത്തറിഞ്ഞപ്പോൾ, അപ്പനോടും അമ്മയോടും സംസാരിച്ചപ്പോൾ അവരുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമായി, ഒരു സമാധാനമായി. ഞാൻ എന്തിനെക്കുറിച്ച് പറഞ്ഞു വരുന്നതാണോ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്? ക്രിസ്തീയ സഭകളിൽ ആഘോഷപൂർണമായ ആദ്യ കുർബാന സ്വീകരണം നടക്കാറുണ്ടല്ലോ. ഇന്നത് വളരെ ആഘോഷമായി ആഡംബരപൂർണമായിട്ടാണ് നടത്താറുള്ളത്. നൂറുകണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി ഒരുപാട് പൈസയൊക്കെ പൊടിച്ചാണ് നടത്തുന്നത്. അവയെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ചെയ്യട്ടെ. എന്നാൽ അത്യപൂർവമായൊരു ആദ്യ കുർബാന സ്വീകരണ ശുശ്രൂഷ കാണാനിട വന്നു. കൃത്യമായി പറഞ്ഞാൽ ആഘോഷപൂർണമായ ഒരു കുർബാന സ്വീകരണം കാണാനിട വന്നു. വേറെങ്ങുമല്ല, ഇത് കുട്ടനാട്ടിലെ ഒരു കൊച്ചു പള്ളിയിലാണ്. പേരുകേട്ട കാവാലം എന്ന സ്ഥലത്ത് ലിസ്യു പള്ളിയിലാണ്. ജൂലൈ 19, അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത് നടന്നത്. ലോജി ജോസഫ്, സ്നേഹ ജോസഫ് ദമ്പതികളുടെ മക്കൾ തങ്ങളുടെ ആഘോഷപൂർണമായ കുർബാന സ്വീകരണത്തിന് അണഞ്ഞ രീതി ഏറെ ശ്രദ്ധേയമായി. ഒരു പക്ഷേ അത് അവിസ്മരണീയമായി, ചില ആളുകൾക്കെങ്കിലും ചിന്തോദീപകമായി. പ്രത്യേകത ഇതായിരുന്നു: സാധാരണ കറുപ്പും വെള്ളയും അണിഞ്ഞ്, അല്ലെങ്കിൽ കോട്ടണിഞ്ഞ്, കോട്ടിന്റെ പുറത്ത് കോട്ടണിഞ്ഞുമൊക്കെ അവരവരുടെ രീതിയും നിലയും ഒക്കെ കാണിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന രീതിയുണ്ട്. അവയൊക്കെ നല്ലത് തന്നെ. എന്നാൽ ഇവിടെ കേളമംഗലം വീട്ടിലെ ലോജിയും സ്നേഹിയും തങ്ങളുടെ മക്കൾ എമ്മാനുവലിനെയും എസക്കിയലിനെയും ഒരുക്കിക്കൊണ്ടുവന്നത് മദ്ബഹ ശുശ്രൂഷികളുടെ തിരുവസ്ത്രമണിയിച്ചാണ്. എന്ന് വെച്ചാൽ പാൻസിനും കോട്ടിനും മറ്റാഘോഷങ്ങൾക്കുമൊക്കെ അപ്പുറം വെള്ള കുത്തീനെ അണിഞ്ഞാണ് എസക്കിയലും എമ്മാനുവേലും ദൈവസന്നിധിയിലെത്തിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ച അനുഭവം? ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടം. കേട്ടില്ല. ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇത് വേറെ കണ്ടത് എവിടെയാ? UK കുഞ്ഞാൻ്റെ അവിടെ എങ്ങാണ്ട് ഒരു രണ്ട് കൊച്ചുങ്ങൾ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കൊത്തിനെ. അപ്പം അത് കുഞ്ഞാൻ്റെ ഞങ്ങൾക്ക് അയച്ചു തന്നു. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മയുടെ പറഞ്ഞ അമ്മ ഇവിടെ വന്ന് തയ്ച്ച. നിങ്ങൾ പറഞ്ഞോ അതോ കുഞ്ഞാൻ്റെ പറഞ്ഞോ? അവർ കുഞ്ഞാൻ്റെ പറഞ്ഞ ഇതാണ് ഇതിടാൻ. അപ്പം ഞങ്ങൾ ഫോട്ടോ വാങ്ങിയപ്പോൾ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾക്ക് ഇത് മതി എന്ന് പറഞ്ഞു. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം കൂടി ആ കുടുംബം പങ്കുവെച്ചു. ചുമ്മാ ഒരു കൗതുകമോ പെട്ടെന്നുണ്ടായ താല്പര്യമോ മാത്രമായിരുന്നില്ല. ആദ്യമായി തങ്ങളുടെ മക്കൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ അവരെ ഈ വസ്ത്രം ധരിപ്പിക്കാൻ മറ്റൊരു പ്രധാന കാരണം കൂടി അവർക്കുണ്ടായിരുന്നു. എൻ്റെ അനിയത്തി ഇങ്ങനെ സജസ്റ്റ് ചെയ്തതാണ്, നമുക്ക് കൊത്തിനെ ആക്കിയാലോ. അപ്പം അങ്ങനെ ഉണ്ടാവുന്നില്ല. ഇതൊരു വിശദീകരിക്കുന്ന കർമ്മമാണല്ലോ കൂദാശ. അപ്പം അവിടെ ചെന്ന് കുർബാനയ്ക്ക് കൂടാനായിട്ട് ഞങ്ങൾ ഇപ്പം ഇവരെ തരവാലന്മാരാക്കും. അപ്പോഴത്തേന് ഈ ഡ്രസ്സ് വിശദീകരിക്കപ്പെടുമല്ലോ. ഇപ്പോൾ ഒരു കൂദാശ ചെയ്യുമല്ലോ. ഇതിനൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ജീവിത സാഹചര്യത്തിൽ വന്ന മാറ്റം തങ്ങളുടെ മക്കൾ ദൈവസന്നിധിയിൽ നിന്ന് അകലാൻ കാരണമാകരുത് എന്ന നിർബന്ധം കൂടി ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ ജീവിതത്തിനിടയിലും മക്കൾക്ക് ഈശോയെ നഷ്ടമാകരുത് എന്ന നിർബന്ധം കൂടി ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. ഈ ഓഡിയോ കൂടി നിങ്ങളൊന്ന് കേൾക്കൂ. ചില കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുകൂടി കേട്ടാലേ ഇതിനൊരു പൂർണ്ണത വരികയുള്ളൂ. ഞങ്ങൾ സൗദി അറേബ്യയിൽ ആണ്. ഞങ്ങൾക്ക് സൺഡേ സ്കൂളില്ല. ഞങ്ങൾക്ക് റെഗുലറായിട്ട് കുർബാന കിട്ടാറില്ല എല്ലാ ദിവസവും. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ആ ഒരു പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അവരെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ചാണ് ഞങ്ങൾ വളർത്തുന്നത്. അപ്പം ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും ദിവ്യകാരുണ്യ ആരാധന ഞങ്ങൾ മുടങ്ങാതെ ഞങ്ങൾ പങ്കെടുക്കും. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ മതാധ്യാപകരോ ഇതുപോലെ ആത്മീയ ഗുരുക്കന്മാരോ ഒന്നും ഒത്തിരി ഗൈഡ് ചെയ്യാനായിട്ടില്ല. അപ്പം അപ്പനും അമ്മയും ഇരുന്നാണ് ഞങ്ങൾ അവരെ പഠിപ്പിച്ചത്. ഈ 2 മാസം ഞങ്ങൾ അവരുടെ വെക്കേഷൻ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ ഒരുക്കുകയായിരുന്നു. ഇത് കുർബാന സ്വീകരിക്കാനായിട്ട്, ഈശോയെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ അവരെ ആത്മീയവും ശരീരവുമായിട്ട് ഞങ്ങൾ ഒരുക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ
അനിയത്തി എന്നോട് പറയുന്നത്, മോളെ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ട്, അവിടെ UK-യിലൊക്കെ ഇങ്ങനെ ആൾക്കാർ കുർബാന സ്വീകരിക്കുമ്പോൾ, അപ്പോൾ അവൾ ഇങ്ങനെ ഫോട്ടോ അയച്ചു തന്നു കൊത്തീനയുടെ. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഞങ്ങളത് അന്നേരം തന്നെ ഞങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു പുരോഹിതനെ പോലെ, ഒരു പുരോഹിതാർത്ഥിയെ പോലെ കുഞ്ഞുങ്ങൾ കുർബാന സ്വീകരിക്കാൻ നിൽക്കുന്നതെന്ന് വിചാരിക്കുമ്പോഴത്തേന് ഞങ്ങൾക്കത് ഭയങ്കര ഒരു സന്തോഷമായി. ഞങ്ങൾ അന്നേരം തന്നെ ഏറ്റെടുത്തു. ഞങ്ങളുടെ സഹോദരങ്ങളോട്, ലോച്ചാൻ്റെ സഹോദരങ്ങളോടൊക്കെ ചോദിച്ചു, അപ്പം നമുക്ക് ചാനാശ്ശേരിയിൽ ചോദിക്കാം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ചാനാശ്ശേരിയിൽ സിസ്റ്റേഴ്സ് തയ്ച്ചു തന്നതാണ് അവരുടെ ഡ്രസ്സ്. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കൂദാശയ്ക്ക് വേണ്ടി അച്ചാച്ചനും അമ്മയും നിങ്ങളെ ഒരുക്കി, പക്ഷേ ഈ അടുത്ത ഒരു കൂദാശ സ്വീകരിക്കുമ്പോൾ, അത് തിരുപ്പട്ടമായാലും വിവാഹമായാലും, അത് ഇനിയും നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിച്ചൊരുങ്ങണമെന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആദ്യ കുർബാന ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച ബഹുമാനപ്പെട്ട ഷാജി തുമ്പേശ്വറിൽ അച്ഛൻ ആ മാതാപിതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് തന്റെ സന്തോഷം അറിയിച്ചത് എങ്ങനെയാണ്? പൗരോഹിത്യത്തിന്റെ നിഴലായ കൊത്തീന ധരിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു കുർബാന സ്വീകരണം കാണുന്നത് എന്ന്. പൗരോഹിത്യത്തിന്റെ നിഴലെന്നാണ് അച്ഛൻ കൊത്തീനയെ വിശേഷിപ്പിച്ചത്. തീർച്ചയായും ആ കുഞ്ഞു മക്കളെയും അവരെക്കാൾ ഉപരി ആ മാതാപിതാക്കളെയും ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നുണ്ടാവണം. മക്കളെ ദൈവത്തോട് ചേർത്ത് വളർത്താൻ മത്സരിക്കുന്ന മാതാപിതാക്കൾ. ഇനിയും ഈ കുടുംബത്തെ ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഷാജി തുമ്പേശ്വറിൽ അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞ ആ വാക്കുകൾ കൂടി കേൾക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുർബാന സ്വീകരണത്തിന് ഒത്തിരി ആർഭാടത്തിൽ ഡ്രസ്സ് ധരിച്ച മക്കളെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആർഭാടത്തിൽ ഡ്രസ്സ് ധരിച്ച മക്കളെ കണ്ടിട്ടുണ്ട്. ഞാൻ വിശുദ്ധ കൊത്തീന ശുശ്രൂഷകളുടെ, അൾത്താര ശുശ്രൂഷകളുടെ വസ്ത്രം ധരിച്ച് എൻ്റെ ഈ പൗരോഹിത്യത്തിന്റെ 30 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് 2 കുഞ്ഞുങ്ങളെ പൗരോഹിത്യ ശുശ്രൂഷയുടെ നിഴലായ കൊത്തീന ധരിച്ച്, പൗരോഹിത്യ ശുശ്രൂഷയുടെ നിഴലായ, അല്ലെങ്കിൽ ആ സ്ഥാനവസ്ത്രത്തിന്റെ നിഴലായ കൊത്തീന ധരിച്ചുകൊണ്ട് അൾത്താര ശുശ്രൂഷകളെ പോലെ 2 മക്കൾ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് ഞാൻ ആദ്യം കാണുകയാണ്. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? അപ്പൊ അതൊരു സ്വർഗീയമായ, വിചിത്രമായ, സ്വർഗീയമായ കൗതുകമുണർത്തുന്ന ഒരു സംഗതിയാണ്. അതിനെ ഞാൻ സത്യമായി അഭിനന്ദിക്കുന്നത് എമ്മാനുവേലിനെയും എസെക്കിയേലിനേക്കാൾ തീർച്ചയായും നിങ്ങളെ, കർത്താവിന്റെ സഭയോടും അൾത്താരയോടും നിങ്ങൾ കാണിച്ച, എനിക്കതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല, കർത്താവിന്റെ സഭയോടും അൾത്താരയോടും നിങ്ങൾ 2 പേരും കാണിച്ച സ്നേഹമാണ്. ഞാൻ എസെക്കിയേലിനെയും എമ്മാനുവേലിനെയും നോക്കുന്നുണ്ടായിരുന്നു. അവർക്ക് തിരിച്ചറിവിന്റെ പ്രായമായി വരികയാണ്. കുർബാനയ്ക്കിടയ്ക്ക് അവർ 2 പേരും ഇച്ചിരിയൊക്കെ അലക്ഷ്യരായി നിൽക്കുന്നത് ഞാൻ കണ്ടു. എനിക്കതിലൊരു ഭാരവും തോന്നിയില്ല. കാരണം നിങ്ങളുടെ 2 പേരുടെയും കരുതല്, അത് ഞാൻ വെറുതെ ഒരു രസത്തിന് പറയുന്നതല്ല, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല, നിങ്ങളുടെ 2 പേരുടെയും കരുതലാണ്. ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും നിങ്ങളോട് വന്നിട്ട് ഞങ്ങൾക്ക് 2 കൊത്തീന തയ്പ്പിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഉറപ്പായിട്ടും എളുപ്പമല്ല. നിങ്ങളുടെ 2 പേരുടെയും കരുതലാണത്. സഭ ജീവിക്കുന്നത് മാതാപിതാക്കന്മാരുടെ കരുതലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം, ഇവിടെയുള്ള എല്ലാ മാതാപിതാക്കന്മാരുടെയും പേരിൽ, നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ നമ്മുടെ അച്ഛന്റെ പേരിലും നമ്മുടെ പള്ളിയുടെ ശുശ്രൂഷകളുടെ പേരിലും ഈശോയുടെ നാമത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ, എസെക്കിയേലെ, എമ്മാനുവേലെ, നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളോട് കാണിച്ച ഈ കരുതൽ നിങ്ങളുടെ മനസ്സിൽ മരണം വരെ നിൽക്കട്ടെ.